വെൽക്കം ടു ഓൾ. എല്ലാവർക്കും എക്കോസ് എജ്യൂടെക്കിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മാർജിനൽ കോൺസെപ്റ്റ്സിനകത്തെ പ്രൈസ് ഇലാസിറ്റി, ക്രോസ് ഇലാസിറ്റി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്താണ് പ്രൈസ് ഇലാസിറ്റി, അതിൻ്റെ കോൺസെപ്റ്റ്, അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ്, ക്രോസ് ഇലാസിറ്റി എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മോഡിറ്റീസിൻ്റെ ക്രോസ് ഇലാസിറ്റി എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. ഒന്ന്, പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ്. എന്താണ് പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡ്യൂ ടു പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. സാധാരണയായിട്ട് നമ്മൾ ഇലാസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് എന്നുള്ളതാണ്, അല്ലേ? ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ്. അപ്പോൾ ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റം ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്, അല്ലേ? പെർസെൻറ്റേജ് ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡ്യൂ ടു പെർസെൻറ്റേജ് ചേഞ്ചസ് ഇൻ പ്രൈസസ് ആണ് പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ്. നമ്മളതിനെ മാത്തമാറ്റിക്കലി നമ്മളത് എഴുതുന്നത് ഇ പി ഇസ് ഈക്വൾ ടു ഡി ക്യൂ ബൈ ഡി പി ഇൻറ്റു പി ബൈ ക്യൂ എന്നാണ് എഴുതാറുള്ളത്. ഇ പി ഇസ് ഈക്വൾ ടു ഡി ക്യൂ ബൈ ഡി പി ഇൻറ്റു പി ബൈ ക്യൂ എന്നാണ് എഴുതാറുള്ളത്. ദെൻ എന്താണ് ഓരോ കമ്മോഡിറ്റീസിൻ്റെയും പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് എങ്ങനെയായിരിക്കും? ഇപ്പം നെസസിറ്റീസ് ആണ് എങ്കിൽ ലെസ് ഇലാസ്റ്റിക് ആയിരിക്കും. ലെസ് ഇലാസ്റ്റിക് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? പ്രതികരണ നിരക്ക് കുറവായിരിക്കും, അല്ലേ? വിലയിൽ മാറ്റം ഉണ്ടാകുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റത്തിൻ്റെ നിരക്ക് കുറവായിരിക്കും. അപ്പം നെസസിറ്റീസിൻ്റെ കാര്യത്തിൽ ഫോർ എക്സാമ്പിൾ മെഡിസിൻ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് കൺസ്യൂം ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് ആണെങ്കിലൊക്കെ അതിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അത് വാങ്ങാതിരിക്കില്ല, നന്നായിട്ട് പ്രതികരിക്കും, ഇല്ല തീരെ വാങ്ങിക്കാതെ വരുമോ, ഇല്ല. സോ നമ്മളത് അതിൻ്റെ അളവ് കുറച്ചേക്കാം, പക്ഷേ എന്നാലും നമ്മളത് വാങ്ങിക്കും. അതാണ് നെസസിറ്റീസ് കമ്മോഡിറ്റീസിൻ്റെ കേസിൽ പ്രൈസ് കൂടിക്കഴിഞ്ഞാലും കുറഞ്ഞു കഴിഞ്ഞാലൊക്കെ അതിൻ്റെ പ്രതികരണ നിരക്ക് കുറവായിരിക്കും എന്ന് പറയുന്നത്. ദെൻ കംഫേർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ റെഫ്രിജറേറ്റർ അതുപോലെ ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെയാണ് കാര്യമായിട്ട് കംഫേർട്ടിനകത്ത് വരുന്നത്. അപ്പോൾ മോഡറേറ്റ് ഇലാസ്റ്റിക്കാണ്, അല്ലേ? ഏറെക്കുറെ ഇലാസ്റ്റിക്കാണ്. വില കുറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് വാങ്ങിക്കാൻ ശ്രമിക്കും, കൂടുതലായിട്ട് ഒരു പരിധി വരെ. അതുപോലെ തന്നെ വില കൂടുന്ന സമയത്ത് നമ്മൾ അധികം വാങ്ങിക്കാൻ ശ്രമിക്കാറില്ല. അപ്പോൾ ഒരു മോഡറേറ്റ്ലി ഇലാസ്റ്റിക്കാണ്. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൻ്റെ കേസിൽ എന്താണ്? മോർ ഇലാസ്റ്റിക് ആണ് വെൻ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആർ അവൈലബിൾ. ഒരുപാട് സബ്സ്റ്റിറ്റ്യൂട്ട്സ് അവൈലബിൾ ആണെങ്കിൽ മോർ ഇലാസ്റ്റിക് ആണ്. ഫോർ എക്സാമ്പിൾ ചായ, കാപ്പി, ടീ ആൻഡ് കോഫി എടുക്കുക. ടീ ആൻഡ് കോഫിയുടെ എക്സാമ്പിളിനകത്ത് നമ്മൾ ടീ ആണ് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പെട്ടെന്ന് കോഫിയുടെ വില കൂടി. കോഫിയുടെ വില കൂടുന്ന സമയത്ത് നമ്മൾ, അല്ലെങ്കിൽ കോഫിയുടെ വില കുറയുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമ്മുടെ ഈ കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് ക്രോസ് ഇലാസ്റ്റിറ്റിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിമാൻഡിൽ മറ്റൊരു വസ്തുവിൻ്റെ പ്രൈസിൽ മാറ്റം ഉണ്ടാകുമ്പോൾ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന കമ്മോഡിറ്റിയുടെ ഡിമാൻഡിലും മാറ്റം സംഭവിക്കും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണെങ്കിൽ മാറ്റം സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ മോർ ഇലാസ്റ്റിക് ആയിരിക്കും എന്നാണ് പറയുന്നത്. ടൈം പീരീഡിനനുസരിച്ച് അത് മോർ ഇലാസ്റ്റിക് ആയിരിക്കും. ഷോർട്ട് റൺ ആണെങ്കിൽ അത് ലെസ് ഇലാസ്റ്റിക് ആയിരിക്കും. ഓക്കെ, ഒരുപാട് യൂസസ് ഉണ്ടെങ്കിൽ മോർ ഇലാസ്റ്റിക് ആയിരിക്കും, ഇല്ല എങ്കിൽ നമ്പർ ഓഫ് യൂസസ് കുറവാണെങ്കിൽ അത് ലെസ് ഇലാസ്റ്റിക് ആയിരിക്കും. ഓക്കെ, നമ്മളിനി എ ആറും എം ആറും ഇലാസിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു റിലേഷൻഷിപ്പിലേക്ക് പോവുകയാണ്. എം ആർ കണ്ടെത്താനുള്ള ഒരു ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാം. എം ആർ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു 1 മൈനസ് 1/E. അതിൽ പി എന്ന് പറയുന്നത് പ്രൈസാണ്, പ്രൈസ് എന്ന് പറയുന്നത് ആവറേജ് റവന്യൂവിന് ഈക്വൽ ആണ്. അതുകൊണ്ടാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ എന്ത് കൊടുത്തിരിക്കുന്നത്? എം ആർ ഇസ് ഈക്വൽ ടു എ ആർ ഇൻറ്റു 1 മൈനസ് 1/E. ഇ എന്ന് പറയുന്നത് പ്രൈസ് ഇലാസിറ്റി ആണെങ്കിൽ ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. അല്ല എങ്കിൽ നമ്മൾ ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടെത്താനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഇക്വേഷൻ ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാം. അതാണ് ഇ ഡി ഇസ് ഈക്വൽ ടു എ ആർ ഡിവൈഡഡ് ബൈ എ ആർ മൈനസ് എം ആർ ദ ഹോൾ ഡിവൈഡഡ് ബൈ എ ആർ മൈനസ് എം ആർ എന്നുള്ള ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഇനി വർക്കൗട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗിവൺ ദ ഡിമാൻഡ് ഫംഗ്ഷൻ Q is equal to minus 5p plus 100. Find elasticity of demand when price is equal to 5 and price is equal to 13. ഓക്കെ, അപ്പോൾ നമ്മൾ ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടെത്താനുള്ള നമ്മുടെ ഇക്വേഷൻ അങ്ങ് എഴുതി വെച്ചു. ഇ പി ഇസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി പി ഇൻറ്റു പി ബൈ ക്യൂ. ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യൂ എന്നുള്ള ഫംഗ്ഷൻ ആദ്യത്തെ സ്റ്റെപ്പ് നോക്കുക, ഡി ക്യൂ ബൈ ഡി പി ആണ്. അപ്പോൾ ഡി ക്യൂ ബൈ ഡി പി എന്ന് പറയുമ്പോൾ ക്യൂ എന്നുള്ള ഫംഗ്ഷൻ നോക്കുക. ഇതാണ് നമ്മൾ ക്യൂ എന്നുള്ള ഫംഗ്ഷൻ, മൈനസ് 5p പ്ലസ് 100. ആ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു പി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. പി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 100 കോൺസ്റ്റൻ്റ് ആണ്, അവിടെ 0 ആവും. ഇവിടെ -5p ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ
പീൻ്റെ കൂടെയുള്ള കോഫിഷ്യൻ്റാണ് വരിക. സോ -5 എന്ന് വരും. അതുകൊണ്ട് ഇവിടെ -5 എന്ന് എഴുതി. ഇൻറ്റു P/Q. P അതുപോലെ എഴുതി ബൈ ക്യൂ. ക്യൂവിന് പകരം ഇത് വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതാണ് ഇവിടെ -5P + 100 എന്ന് വരാനുള്ള കാരണം. ഇനി നമ്മൾ എഴുതി വെൻ പ്രൈസ് ഈസ് ഈക്വൽ ടു 5. ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുകയാണ് പ്രൈസ് 5 ആവുന്ന സമയത്ത് ഇലാസ്റ്റിറ്റി എന്താണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, -5 ഇൻറ്റു ഈ പിക്ക് വരെ 5 എന്ന് കൊടുത്തു. 5 / -5P + 100. അതിൽ ഈ പിയുടെ സ്ഥാനത്ത് 5 കൊടുക്കുമ്പോൾ -5 × 5 -25. -25ഉം 100ഉം കൂട്ടുന്ന സമയത്ത് +75 എന്ന് വരും. അതുകൊണ്ടാണ് ഇവിടെ -5 ഇൻറ്റു 5/75 എന്ന് വന്നത്. ഇനി -5 ഇൻറ്റു 7/75 ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ അതിനെ -5 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി, -0.33 എന്ന് കിട്ടി. സോ ദാറ്റ് ഈസ് ദി പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വെൻ പ്രൈസ് ഇസ് ഈക്വൽ ടു 5. ഇനി ഇതേപോലെ പ്രൈസ് ഇസ് ഈക്വൽ ടു 13 ആവുന്ന സമയത്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ -5 തന്നെ. ദെൻ പീൻ്റെ സ്ഥാനത്ത് മാത്രമേ മാറ്റം വരുള്ളൂ. അവിടെ നമ്മൾ 5ന് പകരം 13 കൊടുത്തു. താഴത്ത് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. അവിടെ നമുക്ക് ചെയ്യുന്ന സമയത്ത് 35 എന്നാണ് വരിക. സോ -5 ഇൻറ്റു 13/35 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്, -4.63 എന്ന് കിട്ടുന്നു. സോ ദിസ് ഈസ് ദി കോൺസെപ്റ്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അപ്പോൾ ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ എഴുതി വയ്ക്കുന്നു, ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, ഡിഫറൻഷ്യേറ്റ് കിട്ടിയ ആൻസർ കൊടുക്കുന്നു. പിന്നീട് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ടാവും പ്രൈസ് എത്രയാവുന്ന സമയത്ത് എത്രയാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ പ്രൈസ് അതിൻ്റെ സ്ഥാനത്ത് പിയുടെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, Q is equal to 16/P³. ഫൈൻഡ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. നമ്മൾ ഇക്വേഷൻ എഴുതി വെച്ചു dQ/dP × P/Q. അല്ലെങ്കിൽ Q എന്ന് പറയുന്നത് എത്രയാണ്, നമ്മൾ എഴുതി 16. അത് നമ്മളൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് 16 എഴുതി /P³ ആണ്. അതിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്തായിട്ട് മാറും, 16P⁻³ ഓക്കെ, 16P⁻³ എന്നാവും. എന്നിട്ട് നമ്മൾ ഇതിനാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് വരും, -3 × 16 -48. ദെൻ ഇവിടെ പവർ ഇൻറ്റു പവർ -1. പവർ ഇൻറ്റു ചെയ്തപ്പോൾ -48P എന്ന് കിട്ടി. പവർ -1 ചെയ്യുമ്പോൾ P⁻⁻4 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എഴുതി അതിനെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, -48 ഇതിന് താഴത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും, P⁻4 എന്ന് എഴുതാം അല്ലേ. അങ്ങനെയാണ് നമുക്കിവിടെ കിട്ടിയത് -3 × 16P അല്ലേ ⁻⁻4 /P/Q അതുപോലെ എഴുതി. സോ -48/P⁻4 അതായത് ഇവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണത് കിട്ടിയതാണ് പറഞ്ഞിരിക്കുന്നത് ഇൻറ്റു P/Q. സോ -48/P⁻4 ഇൻറ്റു P ഇൻറ്റു Qന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 16/P³. ഇനി നമ്മളിതിന് എഴുതുന്ന സമയത്ത് എങ്ങനെ വരും, -48/P⁻4 ഇൻറ്റു ഇവിടെ P/1 എടുത്തു അല്ലേ. ഇതിനെ P ഒറ്റയ്ക്കാണ്, അപ്പോൾ P കൊണ്ട് അതിന് താഴത്ത് /1 എടുത്തു, P/1 ആയി. ഇവിടെ 16 അല്ലേ, ഇവിടെ P/1 ഇതിനെ മാത്രം നമ്മൾ സെപ്പറേറ്റ് എഴുതുന്ന സമയത്ത് P/1 ഇൻറ്റു അടുത്തതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. അതുകൊണ്ടാണ് ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുന്ന സമയത്ത് എന്ത് വരും, P³ മുകളിൽ വരും, താഴെ 16 വരും. അങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. P³/16 രണ്ട് ഫ്രാക്ഷൻസ്, രണ്ട് ഭിന്നസംഖ്യകൾ ഹരിക്കാനാണെങ്കിൽ ആദ്യത്തെ ഭിന്നസംഖ്യ അതുപോലെ നിർത്തിയിട്ട് രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ രണ്ടാമത്തെ ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ വിൽക്രം എടുത്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ -48/P⁻4 ഉണ്ട് ഇൻറ്റു P/1 ഉണ്ട്. ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്തപ്പോൾ P³/16 ഉണ്ട്. ഇനി നോക്കുക, ഇവിടെ ഒരു P³ ഉണ്ട്, ഇവിടെ ഒരു P⁻4 ഉണ്ട്. അത് നമ്മൾ ക്യാൻസൽ ചെയ്തു. ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ ഒരു P ബാക്കി അവശേഷിക്കുന്നു ഇല്ല. ഇവിടെ P⁻4 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, P × P × P × P അല്ലേ, 4 P വരുന്നുണ്ട്. ഇവിടെ 3 P ആണ്. അപ്പോൾ ഇവിടുത്തെ 3 Pയും താഴത്തെ 3 Pയും ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ അവിടെ ബാക്കി ഒരു P ഉണ്ടാവും. പിന്നീട് വരുന്ന ആ Pയും ഇവിടെ വരുന്ന ഈ Pയും ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ആൻസർ എന്ത് വരും, -48/16 മാത്രമേ വരുള്ളൂ. ബാക്കിയെല്ലാം ക്യാൻസൽ ചെയ്ത് പോകുന്നു. അതുകൊണ്ട് -48/16 ഈസ് ഈക്വൽ ടു -3 എന്ന് വരുന്നു. സോ നമ്മുടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എത്രയാണ്, -3. -3 എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്, -3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർപ്രിട്ടേഷൻ നോക്കണം അല്ലേ. മോർ ഇലാസ്റ്റിക് ആണോ ലെസ് ഇലാസ്റ്റിക് ആണോ, അതുപോലെ തന്നെ ഇവിടെ നെഗറ്റീവിലേക്കാണ് പോകുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് MR is equal to 15 and ED is equal to 2, find AR. അപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പ് പഠിച്ചിട്ടുണ്ട്. MR 15, മാർജിനൽ റവന്യൂ 15, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് 2. ദെൻ വി ഹാവ് ടു ഫൈൻഡ് ആവറേജ് റവന്യൂ. ആവറേജ് റവന്യൂ നമ്മൾ കണ്ടെത്തണം.
ആവറേജ് റവന്യൂ കണ്ടെത്താനുള്ള ഇക്വേഷൻ നമുക്ക് അറിയാം. നമുക്ക് ആദ്യം എം ആറും എ ആറും ഇലാസ്റ്റിറ്റി തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ എഴുതി വെച്ചു. എം ആർ ഇസ് ഈക്വൽ ടു എ ആർ ഇൻറ്റു 1 - 1/e. ഇതൊന്ന് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക വാല്യൂസ്. എം ആർ എത്ര 15 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എം ആർ ഇസ് ഈക്വൽ ടു 15 എ ആർ ഇൻറ്റു 1 - 1/2 അല്ലേ. എന്ന് പറഞ്ഞാൽ 15 ഇസ് ഈക്വൽ ടു എ ആർ ഇൻറ്റു 1 - 1/2 ചെയ്ത് കഴിഞ്ഞാൽ 1/2. അപ്പോൾ എ ആർ ഇൻറ്റു 1/2 എന്ന് വരും. അതിൽ നിന്നും എ ആറിനെ മാത്രം നിർത്തി ഈ 1/2 അപ്പുറത്തേക്ക് കൊണ്ടുപോയപ്പോൾ റെസിപ്രോക്കൽ വരുന്നു. സോ 15 ഇൻറ്റു 1/2 എന്നുള്ള അപ്പുറത്ത് പോകുമ്പോൾ 2/1 ആവും. സോ 15 ഇൻറ്റു 2 30 30/1 30. അങ്ങനെ നമുക്ക് എ ആറിൻ്റെ വാല്യൂ കിട്ടി. ജസ്റ്റ് ഈസിയാണ്. നമ്മൾ അതിൻ്റെ ഇക്വേഷൻ നോക്കുക, അതിനുശേഷം അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അറേഞ്ച്മെൻറ്റ് നടത്തുക, നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. സോ എ ആർ ഇസ് ഈക്വൽ ടു ആവറേജ് റവന്യൂ ഇസ് ഈക്വൽ ടു 30. അടുത്ത ക്വസ്റ്റ്യൻ, ഡിമാൻഡ് ഫംഗ്ഷൻ ഫോർ വീറ്റ് ഈസ് ഗിവൺ ബൈ പി ഇസ് ഈക്വൽ ടു 10 - 2q. ഡിമാൻഡ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട് 10 - 2q. ഫൈൻഡ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് അറ്റ് പി ഇസ് ഈക്വൽ ടു 3. നമ്മൾ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടെത്തണം. പ്രൈസ് 3 ആവുന്ന സമയത്ത് നമ്മൾ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടെത്തണം. അപ്പോൾ നമ്മുടെ ആദ്യം ഇക്വേഷൻ എഴുതി വെച്ചു dq/dp ഇൻറ്റു p/q. പക്ഷേ ഇവിടെ നമുക്കൊരു പ്രശ്നമുണ്ട്. നമുക്ക് പി ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിനെ എന്ത് മാറ്റണം? q ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞതിനെ മാറ്റണം. അതാണ് അവിടെ ചെയ്തിരിക്കുന്നത്. പി ഇസ് ഈക്വൽ ടു 10 - 2q ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഈ -2q അപ്പുറത്തേക്ക് കൊണ്ടുപോയി, ഈ പീനെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എന്തായി? -2q അപ്പുറത്തേക്ക് പോയപ്പോൾ +2q ആയി. 10 ഇവിടെ ഉണ്ട്, പി ഇപ്പുറത്തേക്ക് വന്നപ്പോൾ -p ആയി അല്ലേ. ഇനി അതിൽ നിന്നും q മാത്രം ഇവിടെ നിർത്തി ഈ 2നെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. സോ 10 - p ബൈ ദ ഹോൾ ഡിവൈഡ് ബൈ 2 എന്ന് വന്നു അല്ലേ. അതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം 10/2 5 എന്ന് വരും, മറ്റത് -p/2 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? 5 - p/2നെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ p ഇൻറ്റു 1/2 ആണ്. ഓക്കെ, p ഇൻറ്റു 1/2 അതിന് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. 5 - p/2 എന്നുള്ളതിനെ 5 - p/2 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? 5 - p ഇൻറ്റു 1/2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മളതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഡിഫറൻഷ്യേഷൻ എന്താണ്? dq/dp. അപ്പോൾ q എന്നുള്ള ഫംഗ്ഷൻ എന്താണ്? 5 - p ഇൻറ്റു 1/2 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? -1/2 എന്ന് കിട്ടും. ഓക്കെ, അത് സെപ്പറേറ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് എഴുതിയത്. 5 - p/2 ആണ്. അത് നമുക്ക് വേണമെങ്കിൽ എഴുതാം 5 - p ഇൻറ്റു 1/2 എന്ന് എഴുതാം. അതുകൊണ്ട് ഇവിടെ നമുക്ക് -1/2 ആണ് എൻ്റെ ഡിഫറൻഷ്യൽ ഫോം കിട്ടുന്നത്, ആൻസർ കിട്ടുന്നത്. സോ -1/2 ഇൻറ്റു പ്രൈസ് 3 ആകുമ്പോഴാണ്, അപ്പോൾ പിയുടെ സ്ഥാനത്ത് 3 എന്ന് കൊടുത്തു, ഡിവൈഡ് ബൈ പിന്നെ q ആണ്. q എന്താണ്? 5 - p/2 ആണ്. ബ്രാക്കറ്റിനകത്ത് കൊടുക്കണേ 5 - p/2 ആണ്. അപ്പോൾ നമ്മൾ എഴുതി -1/2 ഇൻറ്റു 3 ഡിവൈഡ് ബൈ 5 പിൻ്റെ സ്ഥാനത്ത് 3 കൊടുത്തു, 3/2. അപ്പോൾ നമുക്ക് -1/2 ഇൻറ്റു 3 ഡിവൈഡ് ബൈ 5 - 3/2. 3/2 ചെയ്യുമ്പോൾ 1.5 അല്ലേ. അപ്പോൾ 5 - 1.5 ചെയ്യുമ്പോൾ 3.5. ഇത് നമുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ആൻസർ എത്രയാണ്? -0.428 എന്ന് കിട്ടും. -0.428 എന്ന് കിട്ടുന്നു. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഗിവൺ ദ ഡിമാൻഡ് ഫംഗ്ഷൻ p is equal to 50 - 3x, where x is the output, find elasticity of demand at p is equal to 2 and prove that ED is equal to AR divided by AR minus MR എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ഇപ്പോൾ വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു ഡിമാൻഡ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, p is equal to 50 - 3x. അതിൽ x ഔട്ട്പുട്ടാണ്. നമ്മൾ കണ്ടെത്തേണ്ടത് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടെത്തണം. അതേപോലെ തന്നെ പ്രൈസ് 2 ആവുന്ന സമയത്ത് AR ഡിവൈഡ് ബൈ AR മൈനസ് MR ആണെന്ന് പ്രൂവ് ചെയ്യുകയും വേണം. അപ്പോൾ എങ്ങനെയാണത് ചെയ്യുന്നത് നോക്കുക. ആദ്യം നമ്മൾ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടെത്താൻ ഇക്വേഷൻ എഴുതി. ഇവിടെ പി ന് പകരം എക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇക്വേഷനകത്ത് dx/dp ഇൻറ്റു p/x എന്ന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇക്വേഷൻ ഇവിടെ ക്യൂക്ക് പകരം പിക്ക് പകരമല്ല, ക്യൂവിന് പകരം എക്സ് ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ എക്സ് ഉപയോഗിച്ചത്. അപ്പോൾ പി എന്ന് പറയുന്നത് എത്രയാണ്? 50 - 3x ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? dx/dp ആണ്. അപ്പോൾ ഇതിനെ എക്സ് എന്നുള്ള ഇതിൽ മാറ്റണം. അപ്പോൾ എങ്ങനെ മാറ്റുക? 3x = നേരത്തെ മാറ്റിയതുപോലെ 50 - p എന്ന് വരും അല്ലേ. പീനെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നു, -3xനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ -3x + 3x ആയിട്ട് മാറി. സോ 50 - p എന്ന് വന്നു. അതിൽ നിന്ന് x = 50/3 - p/3 എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം പിയുടെ വാല്യൂ 2 ആവുന്ന സമയത്ത്. അപ്പോൾ പിയുടെ വാല്യൂ 2 ആവുന്ന സമയത്ത് എക്സിൻ്റെ വാല്യൂ എത്ര നമുക്ക് നോക്കാം. 50 - പിയുടെ വാല്യൂ 2/3 എന്ന് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്?
16 എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ വെറുതെ ചെയ്ത് വെക്കുന്നതാണ്, ഡിഫറൻസിയേഷൻ വേറെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഡി എക്സ് ബൈ ഡി പി ചെയ്യുന്നു. എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് 50/3 മൈനസ് പി ബൈ 3 ആണ്. അപ്പോൾ ഡി എക്സ് ബൈ ഡി പി ചെയ്യുന്ന സമയത്തിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? -1/3 ആണ്. ഓക്കെ, -1/3 എന്ന് കിട്ടി. ഇനി നമ്മുടെ ഇക്വേഷനിൽ കൊടുക്കുക. അപ്പോൾ ടി എക്സ് ബൈ ഡി പി -1/3 കിട്ടി ഇൻറ്റു പി ബൈ എക്സ് ആണ്. പി 2 കൊടുക്കണം, 2 കൊടുത്തു, ബൈ എക്സ്. എക്സ് എന്ന് പറയുമ്പോൾ എക്സിൻ്റെ വാല്യൂ മൊത്തത്തിൽ എത്രയാണ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എക്സ് ചെയ്ത്. ഓക്കെ, ഇവിടെ 16 കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2/16 ചെയ്തു. സോ മൈനസ് 2/3 × 16 ചെയ്യുമ്പോൾ 48. സോ -2/48 ചെയ്യുമ്പോൾ -0.042. അതിൻ്റെ മോഡുലസ് വാല്യൂ നമ്മൾ എടുക്കുന്നു. ഓക്കെ, അതിൻ്റെ അബ്സലൂട്ട് വാല്യൂ നമ്മൾ എടുക്കുന്നു. അബ്സലൂട്ട് വാല്യൂ എടുക്കുമ്പോൾ മൈനസ് മാറിയിട്ട് +0.042 എന്ന് കിട്ടും. ഇനി ഇതേപോലെ നമ്മൾ ആവറേജ് റവന്യൂ കണ്ടെത്തുന്നു. ആവറേജ് റവന്യൂ എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലാണ്? പ്രൈസിന് ഈക്വലാണ് അല്ലേ? പ്രൈസ് എത്രയാണ് തന്നിട്ടുണ്ട്? എത്ര? 50 - 3x ആണ്. 50 - 3x ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ മാർജിനൽ റവന്യൂ അല്ലേ, ഇവിടെ 50 - 3x ആണ് AR. ഇനി MR കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? DTR/DX. TRനെ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താലേ MR കിട്ടുക. അപ്പോൾ നമുക്ക് എന്തുണ്ടോ ഇവിടെ? TR ഉണ്ടോ? ടോട്ടൽ റവന്യൂ ഫംഗ്ഷൻ ഉണ്ടോ? ഇല്ല, ടോട്ടൽ റവന്യൂ ഫംഗ്ഷൻ ഇല്ല, നമുക്ക് പ്രൈസ് ഉണ്ട്. പക്ഷെ നമുക്കറിയുന്നൊരു കാര്യമുണ്ട്, ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P × Q ആണ്. അപ്പോൾ P × Qന് പകരം എന്താണ്? X ആണ്. അപ്പോൾ P × X ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ റവന്യൂ കിട്ടും. ആ ടോട്ടൽ റവന്യൂ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മാർജിനൽ റവന്യൂ കിട്ടും. അപ്പോൾ ടോട്ടൽ റവന്യൂ നമ്മൾ എന്ത് ചെയ്തു? TR = P × X എന്ന് എഴുതി. TR = P. Pക്ക് പകരം എന്ത് ചെയ്തു? 50 - 3x എന്ന് കൊടുത്തു, ഇൻറ്റു എക്സ് എന്ന് കൊടുത്തു. ഓക്കെ, 50 - 3x ഇൻറ്റു എക്സ് എന്നാണ് അതിനർത്ഥം. 50 × x 50x -3x ഇൻറ്റു എക്സ് 3x². ഓക്കെ, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 50xനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് 50 എന്ന് കിട്ടും. -3x² ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2 × 3 6x എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടി. ഇനി വെൻ പ്രൈസ് ഇസ് ഈക്വൽ ടു, പ്രൈസ് 2 ആവുന്ന സമയത്ത് അല്ലേ, എക്സ് എത്രയാണ്? 16 ആണ്. വെൻ പ്രൈസ് ഇസ് ഈക്വൽ ടു 2, എക്സ് ഇസ് ഈക്വൽ ടു 6 നമ്മൾ നേരത്തെ കണ്ടെത്തിയതാണ്. അപ്പോൾ AR എന്ന് പറയുമ്പോൾ 50 - 3x ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിൽ പ്രൈസിൻ്റെ സ്ഥാനത്ത് 2 കൊടുത്തു അല്ലേ. 50 - 3 × x ആണ്. എക്സിൻ്റെ സ്ഥാനത്തുള്ള വാല്യൂ കൊടുക്കണം. എക്സ് എത്രയാണ്? 16 ആണ്. സോ 3 - 3 × 16. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? ഇവിടെ 2 എന്ന് കിട്ടി അല്ലേ. AR = 50 - 3x ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 16 ആണ്. സോ 50 - 48 എന്ന് വരുമ്പോൾ 2 എന്ന് കിട്ടും. ഇനി MR നോക്കിക്കേ. MRൻ്റെ സ്ഥാനത്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത് MR എന്ന് പറയുന്നത് 50 - 6x ആണ്. അപ്പോൾ 6 × x. x എത്രയാണ് വരുന്നത്? 16 അല്ലേ. 50 - 6x. 50 - 6x ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടുന്നത്? -46 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ MR -46 ആയി. ഇനി നമുക്ക് എന്താ തെളിയിക്കേണ്ടത്? പ്രൂവ് ദാറ്റ് വെൻ പ്രൈസ് ഇസ് ഈക്വൽ ടു 2, പ്രൂവ് ദാറ്റ് ED is equal to AR/AR - MR. അപ്പോൾ പ്രൈസ് ഇസ് ഈക്വൽ ടു 2 ആവുന്ന സമയത്ത് ഇത് AR/AR - MR ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തത്? ആ ഇക്വേഷൻ എഴുതി വെച്ചു. AR/AR - MR. ARൻ്റെ സ്ഥാനത്ത് വാല്യൂ കൊടുത്തു 2 / 2 ഇവിടെ MR എത്ര കിട്ടിയത്? -46 അല്ലേ. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് വരും. അപ്പോൾ 2/42 എന്ന് വരും, 48 എന്ന് വരും. ഇവിടെ പ്ലസ് വരെ 2/48 വരും, കാരണം മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയിട്ട് വരും. സോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.042 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ എന്താണ്? ഇവിടെ 0.042 എന്നിട്ട് ഇവിടെ മോഡലസ് വാല്യൂ എടുത്തു എന്നുള്ളൂ. ഇവിടെ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? 0.042. സോ ദ ആൻസേഴ്സ് ആർ സെയിം. അവിടെ നമുക്ക് രണ്ടും ആൻസർ കിട്ടി. ദസ് വി പ്രൂവ് ദാറ്റ് AD is equal to AR/AR - MR. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. ഗിവൺ ദ പ്രൈസ് ഇക്വേഷൻ P is equal to 100 - 2Q. Find MR. Elasticity of demand when Q is equal to 10. Then interpret the nature of commodity. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കൊരു ഡിമാൻഡ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രൈസ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. P is equal to 100 - 2Q. ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടെത്തണം? ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് MR കണ്ടെത്തണം. ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടെത്തണം Qയുടെ വാല്യൂ 10 ആവുന്ന സമയത്ത്. അതുപോലെ നാച്ചർ ഓഫ് കമ്മോഡിറ്റി നമ്മൾ പറയണം. അപ്പോൾ നമ്മൾ എഴുതുന്നു TR MR കണ്ടെത്തണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? MR കണ്ടെത്തണം. പ്രൈസാണ് തന്നിരിക്കുന്നത്. അപ്പോൾ MR കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം TR/Q ചെയ്താലാണ് എന്ത് കിട്ടുന്നത്? നമ്മുടെ MR കിട്ടുന്നത്. അപ്പോൾ MR കണ്ടെത്താൻ, അല്ലെങ്കിൽ
MR കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ TR കണ്ടെത്തണം. അപ്പോൾ TR കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് P ഇൻറ്റു Q. P തന്നിട്ടുണ്ട് 100 മൈനസ് 2Q ഇൻറ്റു Q ചെയ്യുമ്പോൾ 100 ഇൻറ്റു Q 100Q മൈനസ് 2 ഇൻറ്റു 2Q ഇൻറ്റു Q മൈനസ് 2Q സ്ക്വയർ. ഓക്കെ, ഇനി MR ഇസ് ഈക്വൽ ടു DTR ബൈ DQ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 100Qനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 100 കിട്ടും, മൈനസ് 2Q സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ മൈനസ് 4Q എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് MR എന്ന് പറയുന്നത്. ഇനി AR എന്ന് പറയുന്നത് പ്രൈസിന് ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 100 മൈനസ് 2Q അത് തന്നെയാണ്. ഇനി Qയുടെ വാല്യൂ 10 ആവുന്ന സമയത്ത് MR എത്ര വരുന്നത്? 100 മൈനസ് 4 ഇൻറ്റു 10 എത്ര കിട്ടി? 60 എന്ന് കിട്ടി. AR 100 മൈനസ് 2 ഇൻറ്റു 10 80 എന്ന് കിട്ടി അല്ലേ? ഇനി നമ്മൾ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടെത്തുന്നു. അപ്പോൾ AR ഡിവൈഡ് ബൈ AR മൈനസ് MR. അപ്പോൾ 80 ഡിവൈഡ് ബൈ 80 മൈനസ് 60 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 4 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ 4 എന്ന് കിട്ടി കഴിഞ്ഞാൽ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അവിടെ എന്താണ്? ലക്ഷറി ഗുഡാണ് അല്ലേ? നെസസിറ്റി ആണെങ്കിൽ ലെസ് ഇലാസ്റ്റിക് ആണ്, പോസിറ്റീവ് ആണ്, ഇലാസ്റ്റിക് ആണ് അല്ലേ? വളരെയധികം ഇലാസ്റ്റിക് അല്ല. ലക്ഷറി ഗുഡിൻ്റെ കേസിലാണ് ഇവിടെ മോർ ഇലാസ്റ്റിക് ആയിട്ട് കാണുന്നത്. അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 1, ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇത് ലക്ഷറി ഗുഡ് ആണെന്നാണ് നമ്മുടെ ഇൻ്റർപ്രിട്ടേഷൻ. ദാറ്റ് ഈസ് ദി നാച്ചർ ഓഫ് കമ്മോഡിറ്റി. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഗിവൺ ദ ഡിമാൻഡ് ഫംഗ്ഷൻ Q is equal to 10 minus 14P plus P square. Find elasticity of demand at P is equal to 8. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ അതേപോലെ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് കിടത്താൻ ഇക്വേഷൻ എഴുതി അതിൽ dQ ബൈ dP ഇതിനെ വിത്ത് റെസ്പെക്ട് ടു P കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ മൈനസ് 14 പ്ലസ് 2P എന്ന് കിട്ടി. അതതുപോലെ കൊടുത്തു. ദെൻ ഇൻറ്റു P ഡിവൈഡഡ് ബൈ Qൻ്റെ സ്ഥാനത്ത് വീണ്ടും ആ വാല്യൂ കൊടുക്കുന്നു. 10 മൈനസ് 14P പ്ലസ് P സ്ക്വയർ മൈനസ് 14 പ്ലസ് 2 ഇൻറ്റു P. പിക്ക് പകരത്തിൽ കൊടുക്കണം 8 കൊടുക്കുന്നു. ദെൻ ഇൻറ്റു ഇവിടെ ഇൻറ്റു എന്ന് കൊടുക്കണേ, ഇൻറ്റു 8 പിയുടെ സ്ഥാനത്ത് 8 കൊടുത്തു. ദെൻ 10 മൈനസ് 14 ഇൻറ്റു 8 പ്ലസ് 8 ഇൻറ്റു 8 പി സ്ക്വയർ എന്ന് പറയുമ്പോൾ 8 ഇൻറ്റു 8. ഇത് നമുക്ക് ചെയ്യുന്ന സമയത്ത് 0.42 എന്ന് കിട്ടുന്നു. ഓക്കെ, സിമ്പിളായിട്ട് ഇപ്പോൾ ഏകദേശം എന്താണ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്, അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ക്ലിയർ ഐഡിയ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ദെൻ അടുത്ത് നമ്മൾ പഠിക്കുന്ന കോൺസെപ്റ്റാണ് ക്രോസ് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത്. എന്താണ് ക്രോസ് ഇലാസ്റ്റിറ്റി എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദി റെസ്പോൺസീവ്നെസ് ഓഫ് ഡിമാൻഡ് ഫോർ വൺ ഗുഡ് ടു എ ചേഞ്ച് ഇൻ ദി പ്രൈസ് ഓഫ് അനദർ ഗുഡ്. മറ്റൊരു വസ്തുവിൻ്റെ വിലയിലുണ്ടാകുന്ന മാറ്റം കൊണ്ട് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന വസ്തുവിൻ്റെ ഡിമാൻഡിലുണ്ടാകുന്ന മാറ്റത്തെ കാണിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്, ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, EXY അതിന് എഴുതുന്നത് അങ്ങനെയാണ്, EXY is equal to ഡോ QX ഡിവൈഡ് ബൈ ഡോ PY ഇൻറ്റു PY ബൈ QX അല്ലേ? ഇനി ഇതാണ് നമ്മുടെ ക്രോസ് ഇലാസ്റ്റിറ്റി കണ്ടെത്താനുള്ള ഇക്വേഷനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഓരോന്നിൻ്റെയും നേച്ചർ എങ്ങനെയായിരിക്കും? EXY ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആയിരിക്കും, ലെസ് ദാൻ 1 ആണെങ്കിൽ പുവർ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആയിരിക്കും. EXY 0 ആണെങ്കിൽ അൺറിലേറ്റഡ് ആയിരിക്കും, തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. ദെൻ EXY ഇൻഫിനിറ്റി ആണെങ്കിൽ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആയിരിക്കും. ഇതാണ് ക്രോസ് ഇലാസ്റ്റിറ്റിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഒരു വസ്തുവിൻ്റെ ഡിമാൻഡിലുണ്ടാകുന്ന മാറ്റം മറ്റൊരു വസ്തുവിൻ്റെ വിലയിലുണ്ടാകുന്ന മാറ്റം കൊണ്ടാണെങ്കിൽ അതിനെയാണ് നമ്മൾ ക്രോസ് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത്. അത് കണ്ടെത്താൻ ഇക്വേഷൻ EXY is equal to ഡോ QX ഡിവൈഡ് ബൈ ഡോ PY ഇൻറ്റു PY ബൈ QX എന്നുള്ളതാണ്. ദെൻ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കാം. ഫോർ ദ ഗിവൺ ഡിമാൻഡ് ഫംഗ്ഷൻ Q1 is equal to, അപ്പോൾ ക്രോസ് ഇലാസ്റ്റിറ്റിയുടെ ക്വസ്റ്റ്യൻ ആണെന്ന് എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? അവിടെ 2 ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവും. കാരണം 2 കമ്മോഡിറ്റി ഉണ്ടാവും. 2 കമ്മോഡിറ്റിൻ്റെ ഡിമാൻഡ് ഫംഗ്ഷൻ തന്നാലും അല്ലെങ്കിൽ പ്രൈസും തന്നാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ Q1 Q2 എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഫോർ ദ ഗിവൺ ഡിമാൻഡ് ഫംഗ്ഷൻസ് Q1 is equal to 3 minus 2P1 plus P2, then Q2 is equal to 7 plus P1 square plus 3P2. Determine the cross elasticity of demand at P1 is equal to 2 and P2 is equal to 3. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടെത്തണം. P1 2 ആവുന്ന സമയത്തും അതുപോലെ P2 3 ആവുന്ന സമയത്തും എന്താണ് ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് നമുക്ക് കണ്ടെത്തണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? E12 അതായത് നൊട്ടേഷൻ നോക്കുക, നമ്മൾ EXY എന്നാണ് പഠിച്ചിരിക്കുന്നത്. ഇവിടെ കമ്മോഡിറ്റി 1 2 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 1 2 എന്നാണെങ്കിൽ ആ രീതിയിൽ എഴുതണം. 1 2 ഇതിൻ്റെ അർത്ഥം എന്താണ്? ഡിമാൻഡ് ചേഞ്ചസ് ഇൻ ദ ഡിമാൻഡ് ഓഫ് ഫസ്റ്റ് കമ്മോഡിറ്റി ഡ്യൂ ടു ദ ചേഞ്ചസ് ഇൻ ദ പ്രൈസ് ഓഫ് സെക്കൻഡ് കമ്മോഡിറ്റി. അതാണ് അങ്ങനെയാണ് ഇത് റീഡ് ചെയ്യേണ്ടത്. ഓക്കെ, E12 എന്ന് പറഞ്ഞാൽ ചേഞ്ചസ് ഇൻ ദി ഡിമാൻഡ് ഓഫ് ഫസ്റ്റ് കമ്മോഡിറ്റി ഡ്യൂ ടു ദി ചേഞ്ചസ് ഇൻ ദ പ്രൈസ് ഓഫ് ദി സെക്കൻഡ് കമ്മോഡിറ്റി. സോ ഡോ Q1 ഡിവൈഡ് ബൈ ഡോ P2 ഇൻറ്റു P2 ബൈ Q1. അപ്പോൾ നമ്മൾ എഴുതി ഡോ Q1 ബൈ ഡോ P2. ഫസ്റ്റ് ഫംഗ്ഷൻ നോക്കുക, Q1 എന്നുള്ള ഫംഗ്ഷൻ നോക്കുക, അതിന് വിത്ത് റെസ്പെക്ട് P2 കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഇവിടെ P2 ഉണ്ടോ? ഇല്ല.
ഇവിടെ P2 ഉണ്ടോ? ഇല്ല. തേർഡിൽ ഇവിടെ P2 ഉണ്ട്. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1 കിട്ടും. സോ 1 ഇൻറ്റു, ഇനി അടുത്തത് P2/Q1 ആണ്. അപ്പോൾ P2 എഴുതി, Q1ന് പകരം എന്ത് എഴുതുക? ആ ഫംഗ്ഷൻ അതുപോലെ എടുത്ത് എഴുതുക. 3 - 2P1 + P2. ഓക്കെ. സോ 1 ഇൻറ്റു P2ൻ്റെ സ്ഥാനത്ത് എത്ര കൊടുക്കണം? വെൻ പ്രൈസ് P2 = 3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ P2ൻ്റെ സ്ഥാനത്ത് 3 കൊടുക്കുക, P1ൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കുക. എന്നിട്ട് P2/3 - 2 ഇൻറ്റു P1ൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കുക, ദെൻ P2ൻ്റെ സ്ഥാനത്ത് 3 കൊടുക്കുക. ഇത് സോൾവ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? 1.5 എന്ന് കിട്ടും. സോ E12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കമ്മോഡിറ്റിയിൽ ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റം വിത്ത് റെസ്പെക്ട് ടു ദ ചേഞ്ചസ് ഇൻ ദ പ്രൈസ് ഓഫ് സെക്കൻഡ് കമ്മോഡിറ്റി ഈസ് 1.5 എന്ന് കിട്ടി. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? E21 ചെയ്യാം. E21 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനകത്ത് Q1ൻ്റെ സ്ഥാനത്തൊക്കെ Q2 വരും, P2ൻ്റെ സ്ഥാനത്തൊക്കെ P1 വരും. ആ ഇക്വേഷൻ വെച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ആൻസർ എന്താ വരിക? E21 = 4 എന്ന് വരും. ഓക്കെ. അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇങ്ങനെയാണ് E21 കണ്ടെത്തുന്നതെന്ന്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഫൈൻഡ് പ്രൈസ് ഇലാസ്റ്റിറ്റി, ക്രോസ് ഇലാസ്റ്റിറ്റി ഫോർ ദി ഫോളോയിങ് ഡിമാൻഡ് ഫംഗ്ഷൻ. P1 = 6, P2 = 7, P3 = 7. അപ്പോൾ നമുക്കിവിടെ ഒരു ഡിമാൻഡ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. 5.3 - 0.2 P1 + 0.5 P2 + 0.4 P3. ഇതാണ് തന്നിരിക്കുന്നത്. P1, P2, P3 ഉണ്ട്. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ പ്രൈസ് തന്നിട്ടുണ്ട്, മറ്റു കമ്മോഡിറ്റിയുടെ പ്രൈസുകൾ തന്നിട്ടുണ്ട്, മൂന്നെണ്ണത്തിൻ്റെ പ്രൈസ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ക്രോസ് ഇലാസ്റ്റിറ്റി കണ്ടെത്താം. ഓക്കെ. രണ്ട് ഡിമാൻഡ് ഫംഗ്ഷൻ അല്ല, പ്രൈസ് ഫംഗ്ഷൻ കിട്ടിയാലും നമുക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമ്മൾ എഴുതി വെച്ചു ഡോ Q1/ഡോ P1 × P1/Q1. അപ്പോൾ നമ്മൾ ആദ്യം അത് ചെയ്യുന്നു. അപ്പോൾ എന്ത് എഴുതി? ഇതിനെ വിത്ത് റെസ്പെക്ട് ടു P1 കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ആദ്യം E12 അല്ലേ, അതാണ് ചെയ്യുന്നത്. E12. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം ഇതിനെ P1 കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തു. P1 കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? -0.2 ഇൻറ്റു ദെൻ P1ൻ്റെ സ്ഥാനത്ത് 6 കൊടുത്തു, ഡിവൈഡഡ് ബൈ ഇക്വേഷൻ Q1 അതേപോലെ കൊടുത്തു അല്ലേ. ഇവിടെ ക്രോസ് ഇലാസ്റ്റിറ്റി നമ്മൾ കാണുന്നത്, ആദ്യം പ്രൈസ് ഇലാസ്റ്റിറ്റി നമ്മൾ കാണുന്നു. പ്രൈസ് ഇലാസ്റ്റിറ്റിയെ നമുക്ക് വേണമെങ്കിൽ E11 എന്നും വിളിക്കാം. ഓക്കെ. E11 എന്ന് വിളിക്കാം. E12, E13 ആകുമ്പോൾ മറ്റു ക്രോസ് പ്രൈസ് ഇലാസ്റ്റിറ്റിയാണ് നോക്കുന്നത്. E11 ആകുമ്പോൾ സെയിം പ്രൈസ് തന്നെയാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് E11 ഈസ് നോൺ ആസ് പ്രൈസ് ഇലാസ്റ്റിറ്റി എന്ന് പറയാം. അപ്പോൾ E11 ആണ് നമ്മൾ നോക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആദ്യം പ്രൈസ് ഇലാസ്റ്റിറ്റിയാണ് നോക്കുന്നത്. പ്രൈസ് ഇലാസ്റ്റിറ്റി കണ്ടെത്താൻ ഇക്വേഷൻ ഡോ Q1/ഡോ P1 × P1/Q1. അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്യുന്നു, ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ -0.2 എന്ന് കിട്ടുന്നു ഇൻറ്റു 6 ഡിവൈഡ് ബൈ Q1 എന്നുള്ള ഫംഗ്ഷൻ അതേപോലെ എഴുതുന്നു. ദെൻ അതിൽ P1ൻ്റെ സ്ഥാനത്ത് 6ഉം P2ൻ്റെ സ്ഥാനത്ത് 7ഉം P3ൻ്റെ സ്ഥാനത്ത് 7ഉം കൊടുക്കുന്ന സമയത്ത് നമുക്കത് സോൾവ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ആൻസർ എത്രയാണ്? -1.2/10.4 ചെയ്യുമ്പോൾ സമയത്ത് -0.115 എന്ന് കിട്ടുന്നു. ഓക്കെ. ദെൻ അടുത്ത് അതിൻ്റെ കണ്ടിന്യൂഷൻ നമ്മൾ ഇനി അടുത്തത് E12 ചെയ്യുന്നു. E12 ചെയ്യുമ്പോൾ എന്താണ് ഇക്വേഷൻ? ഡോ Q1/ഡോ P2. എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, രണ്ടാമത്തത് പ്രൈസിനെയും ആദ്യത്തെ ക്വാണ്ടിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. സോ ഡോ Q1/ഡോ P2 × P2/Q1. ഇവിടെ നമുക്ക് വിത്ത് റെസ്പെക്ട് P1നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ P2നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അല്ലേ, P2നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 0.5 ആണ്. അപ്പോൾ +0.5 ഇൻറ്റു 7 ഡിവൈഡ് ബൈ P2 എത്രയാണ്? 7 ഡിവൈഡ് ബൈ Q1 അതേപോലെ എഴുതി വെച്ചു. അല്ലെങ്കിൽ P1ൻ്റെയും P2ൻ്റെയും P3യുടെ സ്ഥാനത്ത് 6, 7, 7 എന്ന് യഥാക്രമം നമ്മൾ കൊടുക്കുന്നു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? സോൾവ് ചെയ്യുമ്പോൾ 0.5 ഇൻറ്റു 1 ഇൻറ്റു 7 ഡിവൈഡ് ബൈ 5.3 ഇൻറ്റു 5.3 - 1.2 + 3.5 + 2.8 ചെയ്യുന്ന സമയത്ത് 0.337 എന്ന് കിട്ടും. ഇതേപോലെ നമ്മൾ എന്തും ചെയ്യണം? E13 ചെയ്യണം. E13 ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? Q1 തന്നെ മാറ്റല്ല, അതേപോലെ പ്രൈസിൻ്റെ സ്ഥാനത്ത് P3 വരും. ഓക്കെ. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0.4 വരും. 7 ഡിവൈഡ് ബൈ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 0.269 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ക്രോസ് ഇലാസ്റ്റിറ്റി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ക്രോസ് ഇലാസ്റ്റിറ്റി നമ്മൾ ചെയ്യുമ്പോൾ E12, E13 എന്നുള്ള ഇതിൽ ചെയ്യണം. E11 ആണെങ്കിൽ അത് പ്രൈസ് ഇലാസ്റ്റിറ്റി തന്നെയാണ്. E12 ആകുമ്പോഴാണ് മറ്റ് രണ്ടാമത്തെ കമ്മോഡിറ്റിൻ്റെ പ്രൈസ് പരിഗണിക്കലുടന്നുള്ളൂ. E11 എന്ന് പറയുമ്പോൾ എന്താണ്? ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ദി ഫസ്റ്റ് കമ്മോഡിറ്റി ഡ്യൂ ടു ദ ചേഞ്ചസ് ഇൻ ദി പ്രൈസ് ഓഫ് ഫസ്റ്റ് കമ്മോഡിറ്റി. രണ്ടും 1 എന്നുകൊണ്ട് അതുകൊണ്ടാണ് ഞാനതിനെ പ്രൈസ് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ E12, E13 വരുമ്പോഴാണ് ക്രോസ് ഇലാസ്റ്റിറ്റി ആയിട്ട് മാറുന്നത്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം മാത്തമാറ്റിക്കൽ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട്
കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാംസിനും അതുപോലെ തന്നെ കോമ്പറ്റീറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന എൻട്രൻസ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ കൂടുതൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്